ബഹുമാന്യനായ എം.എ. കരീം ഹാജി, ബഹുമാനപ്പെട്ട കടക്കരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് ജയചന്ദ്രൻ കമലതളം, പ്രിയപ്പെട്ട കണ്ടമംഗലം സ്കൂൾ മാനേജർ ആഘോഷ് കുമാർ, ഏറ്റവും പ്രധാന വ്യക്തിയും നമ്മുടെ എല്ലാവരുടെയും ആദരവിന് അർഹനുമായ സ്വാമിജി ഗുരുരത്നം ജ്ഞാന തപസ്വിയെ ഈ ഇടവകയുടെയും അച്ഛന്മാരുടെയും കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നാമത്തിൽ സ്വാഗതം ചെയ്യും. നിരന്തരമായി ഇവിടെ വരികയും പിന്നീടുള്ള സമയത്ത് പരിപാടികളുടെ ഭാഗമായി, അതും പ്രാർത്ഥനയാണ്, അങ്ങനെ വരികയും വീണ്ടും ഇവിടെ എത്തിച്ചേരുവാനുള്ള അവസരം ദൈവമായി ഒരുക്കിയിരിക്കും. ആ മഹാകാരുണ്യത്തോട് ഞാൻ എൻ്റെ ഹൃദയം ചേർത്ത് വെക്കുന്നു. ഈ ദേവാലയം ജാതി മത വർണ്ണവർഗ കാലദേശ ഭാഷ വ്യത്യാസമായി ഈ നാടിൻ്റെ എന്നല്ല നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെയും ദക്ഷിണേന്ത്യയുടെയും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഓരോ ദിവസവും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒട്ടനവധി ആളുകൾ നിരന്തരമായി ഇവിടെ പ്രാർത്ഥനയ്ക്കായി വന്നുകൊണ്ടിരിക്കും. ഈ നാടിൻ്റെ മാത്രമല്ല, ഇവിടെ എത്തിച്ചേരുന്ന സകലമാന ജനങ്ങളുടെയും അത്താണിയാണ്, അവരുടെ സ്നേഹത്തിൻ്റെ പാത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വാണരുളുന്ന ദൈവ സ്നേഹമെന്ന് പറയുന്നത് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നത്. ഇവിടെ ഒരു മതേതര കേന്ദ്രം എന്നുള്ളത് ആരും പറയാതെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തും ഇവിടെ ജീവിക്കുന്ന സമയത്തുമൊക്കെ അമ്പലത്തിൽ പോകുന്നത് പോലെ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് തങ്കിപ്പള്ളിയും അർത്തുങ്കപ്പള്ളിയും ഒക്കെ. അതുകൊണ്ട് ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവിലയുടെ ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെ വല്ലപ്പോഴും എത്തിച്ചേരുവാൻ കഴിയുന്ന ഇടമാണ്. ഓരോ ദേവാലയത്തിലും നമ്മൾ എത്തുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തോട് നന്ദി പറയാനായിട്ടാണ് അവിടെ എത്തിച്ചേരണമെന്ന് പറയും. കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന പലരും ഇന്ന് രാവിലത്തെ പ്രഭാതം കാണാതെ പോയവരാണ്. നമ്മളെ ജീവിപ്പിക്കുന്ന, നമുക്ക് ശ്വാസം തരുന്ന, നമ്മളെ ഇങ്ങനെ നിർത്തുന്ന ആ മഹാകാരുണ്യം, അതിനോടുള്ള നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിഫലിക്കുന്നത്. മഹാനായ തിരുവള്ളൂർ എന്ന ഒരു മഹർഷി ഉണ്ടായി. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഒരു താമരയുടെ പൊക്കം എത്രയാണ്? ആ സമയത്ത് ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ പലരും പല അളവുകളും പറഞ്ഞു. ഒരാൾ പറഞ്ഞു 5 സെൻറ്റിമീറ്റർ, ഒരാൾ പറഞ്ഞു 10 സെൻറ്റിമീറ്റർ, ഒരാൾ പറഞ്ഞു 15 സെൻറ്റിമീറ്റർ. ഇതൊന്നും ഗുരുവിന് തൃപ്തിയായില്ല. ആ സമയത്ത് ഗുരുവിൻ്റെ പുറകിൽ നിന്ന് മറ്റൊരു ശിഷ്യൻ പറഞ്ഞു, താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം, താമരയുടെ പൊക്കമെന്ന് പറയുന്നത് തണ്ണിയോളം. രാജപിള്ള ഉദ്ദേശിക്കുന്ന തണ്ണിയല്ല. പങ്കെടുക്കുകയും ഈ മഹത്തായ സംരംഭത്തിലേക്ക് എത്തിച്ചേരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മുഴുവൻ ഭക്തരെയും ഹൃദയത്തോടെ ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ പരിഹാരങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തങ്കി മസ്ജിദ് മുസ്ലിം പള്ളിയുടെ ഒരു പ്രവർത്തന നിലയിൽ ഈ നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ നിൽക്കുന്ന ഇവിടുത്തെ മുഴുവൻ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നന്ദി.